everyone, welcome to Catalyst Education. So, ഇന്ന് നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഡാറ്റ കളക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇറേഴ്സ് ഇൻ ഡാറ്റ കളക്ഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക്, ഒരുപാട് ഇറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇറേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇറേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സാമ്പിളിംഗ് ഇറർ ആൻഡ് സെക്കൻഡ് വൺ നോൺ സാമ്പിളിംഗ് ഇറർ. സോ ഇത് രണ്ടും എന്താണ് എന്നുള്ളത് നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. സോ ഫസ്റ്റ് വൺ ആണ് സാമ്പിളിംഗ് ഇറർ. എന്താണ് സാമ്പിളിംഗ് ഇറർ? നമ്മൾ കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്യില്ലേ, സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇറേഴ്സിനാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The difference between actual value of a parameter of the population and its estimate is the sampling error. നമുക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടിയതും അതുപോലെ തന്നെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പിളിംഗ് ഇറർ നമുക്ക് കുറയ്ക്കണം. നമ്മളിപ്പോ സാമ്പിൾസ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹ്യൂജ് പോപ്പുലേഷന് വളരെ കുറച്ച് ആളുകൾ മാത്രം നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തെടുക്കുന്നതാണല്ലോ സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ പിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് എന്ത്? സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സാമ്പിളിംഗ് ഇറർ നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ ആ ഒരു സൈസ് നമ്മൾ കൂട്ടിയാൽ മതി. നമ്മൾ സ്മോൾ സൈസ് എടുക്കുന്നതിന് പകരം ലാർജ് സൈസ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സോ അത് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാർജ് സാമ്പിൾ എടുത്താൽ മതി. എങ്ങനെയാണ് സാമ്പിളിംഗ് ഇറർ? ബൈ ടേക്കിംഗ് എ ലാർജർ സാമ്പിൾ. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് വി ആർ ഒബ്സർവിംഗ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ, നോട്ട് ദി ഹോൾ. എന്തുകൊണ്ടാണ് ഈ ഒരു സാമ്പിളിംഗ് ഇറർ ഉണ്ടാവാനുള്ള എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു പോപ്പുലേഷന്റെ ഹോൾ പാർട്ട് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് എടുക്കുന്നത് അല്ലെ. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാമ്പിളിംഗ് ഇറേഴ്സ് ഉണ്ടാവുന്നത്. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സാമ്പിളിംഗ് ഇറർ എന്ന് പറഞ്ഞാൽ? ഇറർ caused because of the sample does not perfectly represent the population. നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് നമ്മളെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, അതാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സ്കൂളിൽ 1000 സ്റ്റുഡൻസ് ആണുള്ളത്. ഈ 1000 സ്റ്റുഡൻസിന്റെയും റിയൽ ആയിട്ടുള്ള ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈ 1000 കുട്ടികളുടെ ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത്? 160 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താക്കാണ്? ജസ്റ്റ് ഒരു 50 സ്റ്റുഡൻസിനെ മാത്രം നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കാന്ന്. നമ്മൾ എന്താക്കാണ്? നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് 50 സ്റ്റുഡൻസ് ആണ്. അങ്ങനെ ആ 50 സ്റ്റുഡൻസിന്റെ ആവറേജ് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 158 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള ആവറേജ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. നമ്മൾ എടുത്ത സാമ്പിളിന്റെ ആവറേജ് എന്ന് പറയുന്നത് 158 സെന്റിമീറ്റർ ആണ്. സോ 2 സെന്റിമീറ്ററിന്റെ ഡിഫറൻസ് അവിടെ ഉണ്ടാവുന്നുണ്ടല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നോൺ സാമ്പിളിംഗ് ഇറർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ സാമ്പിൾ എടുക്കുന്ന സമയത്ത് രണ്ട് വാല്യൂസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. നോൺ സാമ്പിളിംഗ് ഇറർ എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, സാമ്പിളുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത്? നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു സാമ്പിളുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത. അപ്പൊ എന്തൊക്കെ രീതിയിലായിരിക്കും നമുക്ക് നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് ഉണ്ടാവാം? അതായത് നമുക്ക് പല മിസ്റ്റേക്സും ഉണ്ടാവും. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ, അത് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിൽ, അല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്യുന്ന സമയത്ത്, അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്, ഈ എല്ലാ ടൈമിലും നമുക്ക് പല മിസ്റ്റേക്സുകളും വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എഴുതിയത് തെറ്റി പോവാണ്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ തെറ്റാണ്, അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള മിസ്റ്റേക്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് എന്ന് പറയുന്നത്. They can happen even if we do a full census സ്റ്റഡി ഓഫ്. ഫുൾ സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോൾ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. നമ്മൾ പറഞ്ഞ ഈ സാമ്പിളിംഗ് ഇറർ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാർജ് സാമ്പിൾ എടുത്താൽ മതിയെന്ന്. പക്ഷെ നോൺ സാമ്പിളിംഗ് ഇറർ ചിലപ്പോൾ നമ്മൾ ലാർജ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഹോൾ സെൻസസ്, ഒരു പോപ്പുലേഷൻ, ഹോൾ പോപ്പുലേഷനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്താണെന്നുണ്ടെങ്കിലും എന്ത് ഇറർ വരാനുള്ള ചാൻസ് ഉണ്ട്? നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
അപ്പം നമ്മൾ സാമ്പിളിംഗ് ഇറേഴ്സിനെക്കാട്ടിയും മോർ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മുടെ സാമ്പിളിംഗ് ഇറേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജ് സാമ്പിൾ എടുത്താൽ നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് അങ്ങനെ ലാർജ് സാമ്പിൾ എടുത്താലും നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നമ്മൾ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറേഴ്സ് ഡ്യൂ ടു ഹ്യൂമൻ മിസ്റ്റേക്ക്, faulty methods or problems in data collection, not because of the sample size. നമ്മുടെ മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് വരുന്ന മിസ്റ്റേക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഫോൾട്ട് ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യാണ്, നമ്മൾ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാണ്, അങ്ങനത്തെ അത്തരത്തിലുള്ള ഇറേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞേ നമുക്ക് നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. വളരെ റയർ ആയിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് 3 ടൈപ്പ് ഓഫ് നോൺ സാമ്പിളിംഗ് ഇറേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തുള്ള ഇറേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്. ദീസ് ടൈപ്പ് ഓഫ് ഇറേഴ്സ് അറൈസസ് ഫ്രം റെക്കോർഡിംഗ് ഓഫ് ഇൻകറക്റ്റ് റെസ്പോൺസസ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മിസ്റ്റേക്സ് ആണ് ഏത്? ഇറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് നോൺ റെസ്പോൺസ് ഇറേഴ്സ്. It occurs even if an interviewer is unable to contact a person listed in the sample. നമുക്കൊരു സാമ്പിൾ ഉണ്ട്, ആ സാമ്പിൾ പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ആളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ടായി, അവരുടെ അടുത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇററാണ് നോൺ റെസ്പോൺസ് ഇറർ എന്ന് പറയുന്നത്. പിന്നെന്താണ് സാമ്പിളിംഗ് ബയാസ്. Sampling bias occurs when the investigator performs biased in the selection of sample. ഇൻവെസ്റ്റിഗേറ്റർ എന്തൊരു ബയാസ് അവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇറേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ബയാസ് എന്ന് പറയുന്നത്. സോ ഈ 3 രീതിയിലുള്ള ഇറേഴ്സ് ആണ് ഉണ്ടാവുക. ഇതല്ലാണ്ട് വേറെയും പല ഇറേഴ്സ് ഉണ്ടാവും. അതിൽ ചിലതാണ് ഈ 3 എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മൾ ഡാറ്റ കളക്ഷന്റെ ടൈമിൽ ഉണ്ടാവുന്ന ഇറേഴ്സ്, എന്താണ് സാമ്പിളിംഗ് ഇറർ, എന്താണ് നോൺ സാമ്പിളിംഗ് ഇറർ എന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത്. എക്സാമിന് 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ സാമ്പിളിംഗ് ഇററും അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് ഇററും. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ അടിപൊളി ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.